ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഫസ്റ്റ് വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത്. അപ്പോൾ ഷോർട്ട് ടെമ്പിൾ കണ്ട് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് കൃഷ്ണാസ് വാട്ടർഫോൾ കാണാനാണ്. കൃഷ്ണാസ് വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് തന്നെ കൃഷ്ണ മണ്ഡപം ഉണ്ട്. അപ്പോൾ അത് രണ്ടും എക്സ്പ്ലോർ ചെയ്യാനാണ് ഇന്ന് പോകുന്നത് കേട്ടോ. കൃഷ്ണ വാട്ടർഫോളിൻ്റെ തൊട്ടടുത്തുള്ളതാണ് കൃഷ്ണ മണ്ഡപം. ഇതാണ് കൃഷ്ണ മണ്ഡപ. ഇതും കോറമണ്ടൽ കോസ്റ്റ് ഓഫ് ബേ ഓഫ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. 7-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കൃഷ്ണന് സമർപ്പിക്കപ്പെട്ട ഒരു ഓപ്പൺ എയർ ബേസ് റിലീഫാണ് ഇത് സ്ഥാപിച്ചത്. ഇത് പിന്നീട് 16-ാം നൂറ്റാണ്ടിൻ്റെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഒരു മണ്ഡപത്തിനുള്ളിൽ സ്ഥാപിച്ചിരുന്നു. പിന്നെ ഇവിടെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഇഷ്ടം പോലെ ഗൈഡ്സ് ഉണ്ട്. പിന്നെ എത്രയാണ് ഫീസ് എന്നുള്ളത് അറിയില്ല, നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗൈഡ്സിനെ. പണ്ട് കനത്ത മഴയും വെള്ളപ്പൊക്കവും വന്ന സമയത്ത് പശുക്കളെയും ഗോപിമാരെയും സംരക്ഷിക്കാൻ കൃഷ്ണൻ ഗോവർദ്ധൻ കൊന്ന് ഉയർത്തിയതിൻ്റെ കഥ പുറത്തു കൊണ്ടുവരുന്ന ചില കൊത്തുപണികളാണ് നമുക്ക് ഉള്ളിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ കാണാൻ സാധിക്കുന്നത് കൃഷ്ണ ഭഗവാൻ പാൽ വേലക്കാരികളോടൊപ്പം ഉല്ലസിക്കുന്ന രംഗങ്ങളാണ്. ഇതാണ് ഡിസെൻഡ് ഓഫ് ഗാഞ്ചീസ്. ഭഗീരഥന്റെ നേതൃത്വത്തിൽ പുണ്യനദിയായ ഗംഗ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയതിൻ്റെ കഥയാണ് റിലീഫിൽ ചിത്രീകരിച്ചതിൻ്റെ ഐതിഹ്യം. ഇതിൻ്റെ തൊട്ടടുത്താണ് കൃഷ്ണാസ് വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. വാൻ ഇറൈക്കൽ എന്ന തമിഴിൽ അറിയപ്പെടുന്നു. ഇതൊരു ഭീകരമായ ബാലൻസിങ് പാറയാണ് കേട്ടോ. നമ്മൾ ആര് പോയാലും ഫസ്റ്റ് ചിന്തിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇത് വീഴാതെ അവിടെ എങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ്. പല്ലവ രാജാവായ നരസിംഹവർമ്മയും ഈ പാറ നീക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു, പക്ഷേ സാധിച്ചില്ല. ഇന്ത്യൻ തമിഴ് രാജാവായ രാജരാജ ചോളൻ ഇതിൽ നിന്ന് ഇൻസ്പയറായി തഞ്ചാവൂർ ബൊമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഒരിക്കലും വീഴാത്ത മൺപാവകൾ സൃഷ്ടിച്ചു. ഈ ഭീകരമായ പാറയ്ക്ക് ഏകദേശം 250 ടണ്ണാണ് വെയിറ്റ് വരുന്നത്. കൃഷ്ണാസ് വാട്ടർഫോൾ എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇത് ഭഗവാൻ കൃഷ്ണനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 12 ഒക്ടോബർ 2019 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഉച്ചകോടിയിൽ കൃഷ്ണ വാട്ടർഫോളിന് മുന്നിൽ കൈകോർത്തൊരു ഫോട്ടോ എടുത്തിരുന്നു. ഈ വാട്ടർഫോൾ തള്ളിയിടാനുള്ള കുറേ ക്ലീഷേ രംഗങ്ങൾ നമ്മളവിടെ കണ്ടു കേട്ടോ. ഞങ്ങളും ശ്രമിച്ചു, ഞാനും കുഞ്ചും തള്ളിയിടാനൊക്കെ നോക്കി, പറ്റിയില്ല. ത്രിമൂർത്തി കേവ് ടെമ്പിൾ. വാട്ടർഫോളിന് ലെഫ്റ്റ് സൈഡിലാണ് ഇതുള്ളത്. ത്രിമൂർത്തി എന്ന് സൂചിപ്പിക്കുന്നത് ഈ ടെമ്പിൾ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കാട്ടോ. ഞങ്ങൾ രണ്ടുപേരും 2 മസാല ദോശയും കുഞ്ചു പൊറോട്ടയാണ് കഴിച്ചത്. നല്ല ഹോട്ടലാണ്, വെജിറ്റേറിയൻ ഹോട്ടലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ്.
ബീച്ചിലേക്ക് പോകുമ്പോൾ തന്നെ കുഞ്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയ അമ്മ ഹോഴ്സ് റൈഡിങ് എന്തായാലും ചെയ്യണം. വന്നപ്പോൾ തൊട്ട് കുഞ്ചു പറയണതാണ്, കാർ പാർക്കിങ്ങിൽ കണ്ടപ്പോൾ തൊട്ട് പറയണത് എന്തായാലും ഹോഴ്സ് റൈഡിങ് ചെയ്യണമെന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ കുഞ്ചുവിന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്. അപ്പോൾ ഞാനും കയറിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആരെങ്കിലും ഹോഴ്സ് റൈഡിങ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നടക്കാനേ പറഞ്ഞുള്ളൂ ഹോഴ്സിൻ്റെ അടുത്ത്. അതായത് വലിയ സ്പീഡിലൊന്നും പോകണ്ട, കുഞ്ചുള്ള കാരണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇന്നത്തെ കാഴ്ചകൾ അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.